പ്ലാവിൽ നിന്ന് പഴുത്ത് വെറുതെ ചാടിപ്പോയിരുന്ന ഒരു കാലം ചക്കയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ കഥ മാറി. ഇപ്പോൾ 10 പ്ലാവുണ്ടെങ്കിൽ ഒരു കുടുംബം പുലർത്താൻ കഴിയും എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിനുദാഹരണമാണ് ഇടുക്കി ഉടുമ്പന്നൂർ മലയിഞ്ചിയിലെ ഈ ചെറിയ കൂട്ടായ്മ. ഇവരെല്ലാം തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് തൊഴിലുറപ്പ് ജോലികൾ കുറഞ്ഞതോടെയാണ് ഇവർ മറ്റു മാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്. ചക്ക വെട്ടിയൊരുക്കി പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുകയായിരുന്നു ഇവർ കണ്ടെത്തിയ പുതിയ വഴി. പാലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എക്സ്പോർട്ടിംഗ് കമ്പനി ഇവരെ സമീപിച്ചതോടെയാണ് കഥ മാറുന്നത്. ഇവർ ഒരുക്കിയെടുക്കുന്ന പച്ചയും പഴുത്തതുമായ ചുളകൾ ഇന്ന് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നു. ചക്ക വെട്ടിയിരിഞ്ഞ് പച്ചയുടെ ചുള അരിഞ്ഞ് പാക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ പഴം കുഴയുടെ അതിൻ്റെ കുരിഞ്ഞൊട്ടി എടുത്ത് അതും പാക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ വരിക്കച്ചക്കയുണ്ട്, അതിൻ്റെ അതുപോലെ അരിഞ്ഞല്ല കുരു കളഞ്ഞിട്ട് കൊടുക്കും. 20 പേർ അടങ്ങുന്നതാണ് ഈ കൂട്ടായ്മ. പുരുഷന്മാർ പരിസര പ്രദേശങ്ങളിൽ നിന്നും ഇവരുടെ തന്നെ പറമ്പിൽ നിന്നുമുള്ള ചക്കകൾ ശേഖരിക്കും. സ്ത്രീ തൊഴിലാളികൾ ചുളകൾ അരിഞ്ഞ് തയ്യാറാക്കും. ഓരോരുത്തരും അരിയുന്ന ചുളയുടെ തൂക്കത്തിനനുസരിച്ചാണ് പ്രതിഫലം. ചക്കക്കുരു പോലും ഇവിടെ പണമായി മാറുന്നു. മലയിഞ്ചി കാളക്കൂട്ടുങ്കൽ ബൈജു ആണ് ഈ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. കുറച്ച് തൊഴിലുറപ്പുകാർ പണിയില്ലാണ്ടിരിപ്പുണ്ടായിരുന്നു, ഈയിടയ്ക്ക് പണിയില്ലായിരുന്നു. അന്നേരം നമ്മൾ മങ്കൂരിൽ അമ്മ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇവിടെ ആളെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പരിപാടി ആരംഭിച്ചു. ഈ സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസമേ ആകുന്നുള്ളൂ. ഇപ്പോൾ തന്നെ ഓർഡർ അനുസരിച്ച് ചക്ക വെട്ടിയൊരുക്കി നൽകാൻ ഇവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിലാളികളെ നിയമിച്ച് ഈ സംരംഭം കൂടുതൽ വിപുലീകരിക്കാനാണ് ഇവരുടെ ശ്രമം. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ഇടുക്കിയിൽ നിന്ന് ജെയിൻസ് രാജു, മാതൃഭൂമി ന്യൂസ്.